അവിടെ സ്വാധീനമുള്ള ഒന്ന് രണ്ട് നേതാക്കന്മാരെ ഡ്രോപ്പ് ഇൻ ചെയ്തിട്ട് അവരെ വിലക്കെടുത്തിട്ട് വേറൊരു ലോബി കളിച്ചാണ്. എന്താ അതാണ് ഏതാണ് ഈ ലോബി? ഇത് ഇൻ്റർനാഷണൽ ലോബിയാണ്. എന്താണ് അവരുടെ ലക്ഷ്യം? നേരത്തെ പറഞ്ഞ പോലെ കൾച്ചറൽ ഫിനിഷ് ഹിന്ദുയിസം. എന്തുകൊണ്ട് ശബരിമല നിരന്തരമായിട്ട് ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും വലിയൊരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ കൺവേർഷൻ നടന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കൺവേർഷൻ. ഐ നോട്ട് ടോക്കിംഗ് അബൌട്ട് സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. അവർ പണ്ടേ ഇവിടെ ഉള്ളതാണ്. ഇൻഡിപെൻഡൻസിന് ശേഷം കേരളം ഭരിച്ചിട്ടുള്ള ആ ലോബി തന്നെയാണ്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ ഈ പ്രശ്നം ഉണ്ടാക്കി നായർ ഈഴവരെ തമ്മിൽ പരസ്പരം അകറ്റിയപ്പം അവർ പേടിക്കേണ്ട കട അപ്പത്തുണ്ടായിരുന്നു. പോറ്റി സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് വേറെ ഇൻട്രസ്റ്റാണ്. അത് ഈ പറഞ്ഞ നേരിട്ട് പൊളിറ്റിക്സായിട്ട് ബന്ധപ്പെട്ടതല്ല. അത് വേറെ എന്തൊക്കെ ഇൻട്രസ്റ്റാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് വിവാദം വിദേശത്തേക്ക് നീങ്ങുകയാണ്. എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സ്വർണ്ണപ്പാളി വിദേശത്തേക്ക് കടത്തിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു. ഇതിനു മുൻപും നിരവധി തവണ നമ്മൾക്ക് റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. വിഗ്രഹങ്ങൾ കൊള്ളയടിച്ച് വിദേശത്തേക്ക് കടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു അത്. ഇത് ഇന്ത്യ മഹാരാജ്യം വളരെ ജാഗ്രതയോടെ കാണേണ്ട വിഷയമാണ് എന്ന് പലരും ചൂണ്ടിക്കാണിക്കുകയാണ്. എന്തുകൊണ്ട് പരിശോധിക്കാൻ നമുക്ക്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് വിവാദം മറ്റൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണെന്ന് തോന്നുന്നു. തമിഴ്നാട്ടിലേക്ക് പോകുന്നു. അവിടെ ഡി മണി എന്നൊരാളെ ചോദ്യം ചെയ്യുന്നു. തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യലിന് എത്തണമെന്ന് പറയുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ആരൊക്കെ നിന്നിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളും ദൃശ്യങ്ങളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്കാർക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ലേ എന്ന് മുൻപ് ഒപ്പം നിന്നവരൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. ഈ ഒരു വിഷയം എങ്ങോട്ടാണ് പോകുന്നത്? ഇനി ഒന്നാമത്തെ കാര്യം, നമ്മളിത് പൊളിറ്റിക്കലായിട്ട് മാത്രമാണ് കാണുന്നത്. അതാണ് സോണിയാഗാന്ധിയിലേക്കും പിണറായിലേക്കും ഫോക്കസ് പോകുന്നത്. സത്യം ഇത് പൊളിറ്റിക്കലല്ല. ഇത് അങ്ങേയറ്റം കൾച്ചറലായിട്ടുള്ളൊരു കാര്യമാണ്. കൾച്ചറലായ വിശ്വാസം സംബന്ധിച്ചുള്ള മതപരമായൊരു വിഷയമാണ്. ഇതിൽ സംസ്ഥാന ഇപ്പം പലരും ആരോപിക്കുന്ന പോലെ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ CPM-നോ ഇതിലൊരു പങ്കുമില്ല. ആ പാർട്ടി CPM-ൻ്റെ അനുയായികളായിരുന്ന അല്ലെങ്കിൽ പാർട്ടി ലോക്കൽ നേതാക്കന്മാരായ രണ്ടുപേരെ ഉപയോഗിച്ചുകൊണ്ട്, അത് ജൂദാസുമാർ എപ്പോഴും ഉണ്ടാവുമല്ലോ ഒറ്റി കൊടുക്കുന്ന ആളുകൾ, വേറൊരു ടീം കളിച്ചിട്ടുള്ള കളിയാണത്. അതിനവർ വളരെ തന്ത്രപരമായിട്ട് ഈ പാർട്ടിയുടെ ആളുകളെ തന്നെ അവർ ഡ്രോപ്പ് ഇൻ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ കാര്യങ്ങൾ അത് എടുത്ത ആളുകളെ നോക്കിയാൽ മതി. ഒന്ന് പത്മകുമാർ ആ മേഖലയിലുള്ള പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. രണ്ടാമത്തെന്ന് വെച്ചാൽ ഈ പറയുന്ന വാസു എന്ന് വെച്ചാൽ അധികാരത്തിൻ്റെ ഇടനാഴികൾ ശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള മിടുക്കനായ ഒരാളാണ്. മനസ്സിലായില്ലേ? ഒരാൾ നായരും ഒരാൾ ഈഴവനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. അപ്പം രണ്ട് സമുദായത്തെയും കൂടി അതിലേക്ക് ഡ്രോപ്പ് ഇൻ ചെയ്തു. ആ രീതിയിൽ ഡ്രോപ്പ് ഇൻ ചെയ്തിട്ട് വേറൊരു ടീമാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ടീം അത് പാൻ ഇന്ത്യ ആണോ അതോ അത് ഗ്ലോബലാണ്? ഒരു സാംസ്കാരിക അധിനിവേശത്തിൻ്റെ ഭാഗം കൂടിയാണ്. സാംസ്കാരിക അധിനിവേശത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല. ഞാൻ ഇത്രയും കാലത്ത് ഇങ്ങനെ വെറുതെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വിഷയങ്ങളെല്ലാം. അപ്പോൾ ഇതിൽ പലപ്പോഴും നമ്മൾ പല രീതിയിൽ ആലോചിച്ചിട്ടും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല. കാരണം എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു. പലരും പറയുന്നതെന്ന് വെച്ചാൽ ഇത് CPM-ൻ്റെ മോള ഘടകങ്ങൾ അറിഞ്ഞുകൊണ്ടാണ്. സ്വന്തം കാലിൽ മഴിയെടുത്തിടുന്ന ഒരു പരിപാടി CPM ചെയ്യും. ഇനി ശബരിമലയിലെ സ്വർണം വിറ്റിട്ട് വേണം CPM-ന് പാർട്ടി പരിപാടി നടത്താൻ. അവർക്ക് ഇഷ്ടം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റിച്ച് ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. രാഷ്ട്രീയ പാർട്ടികളൊന്നാണ്. ടോപ്പ് 5 വരും. കേരളത്തിൽ എനിക്കൊന്ന് ഏറ്റവും റിച്ച് CPM വന്നു. രണ്ടാമത്തെന്ന് വെച്ചാൽ അവരുടെ അനുയായികൾ നല്ല പങ്കും ഹിന്ദുക്കളാണ്. ഈ ഹിന്ദുക്കളെന്ന് വെച്ചാൽ അത് വിശ്വാസികളായ ഹിന്ദുക്കളാണ്. അതുകൊണ്ടാണ് ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് എപ്പോഴും അടി കിട്ടിക്കൊണ്ട് CPM-നാണ് ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത്. ശബരിമലയിൽ എപ്പോൾ വിഷയം സംഭവിച്ചാലും അടി കിട്ടുന്നത് CPM-നാണ്, ഭരിക്കുമാണ്. എന്തുകൊണ്ടാണ്? അവിടെ അനുയായികൾ നല്ല വിശ്വാസികൾ കൂടിയാണ്, ഹിന്ദുക്കളാണ്. അപ്പോൾ അവരെ അപ്രിഹെൻഡ് ചെയ്യുന്ന രീതിയിലൊരു പരിപാടി CPM ചെയ്യില്ല. CPM എന്തിനു ചെയ്യണം? CPM മതപരമായ പാർട്ടി അല്ലല്ലോ, മതവിശ്വാസങ്ങളെ ബഹുമാനിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ ചോദ്യത്തിന് എന്തിന് CPM ആണെന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തന്നെ എനിക്ക് ഉത്തരം. അതിൻ്റെ ആവശ്യം അവർക്കില്ല. രണ്ടാമത്തെ കാര്യം, പിന്നെ എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്? അതാണ് ഞാൻ പറഞ്ഞത്. ലോക്കലായിട്ടുള്ള രണ്ട് നേതാക്കന്മാരെ
അവിടെ സ്വാധീനമുള്ള ഒന്ന് രണ്ട് നേതാക്കന്മാരെ ഡ്രോപ്പ് ഇൻ ചെയ്തിട്ട് അവരെ വിലക്കെടുത്തിട്ട് വേറൊരു ലോബി കളിച്ച അതാണ് ഏതാണ് ഈ ലോബി? ഇത് ഇൻ്റർനാഷണൽ ലോബിയാണ്. എന്താണ് അവരുടെ ലക്ഷ്യം? നേരത്തെ പറഞ്ഞ പോലെ കൾച്ചറൽ ഫിനിഷ് ഹിന്ദുയിസം. ശബരിമല തീവപ്പുണ്ടായത് എങ്ങനെ? എന്താ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ പ്രോപ്പറായിട്ട് വെളിച്ചം കാണാത്തത്? ശബരിമല തീവപ്പ് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ശബരിമല തീവപ്പുണ്ടായി. ആ തീവപ്പിൻ്റെ പിന്നിൽ അറിയപ്പെടുന്ന ഒരു കോടാലി സ്വാമി, ജോസഫ് സ്വാമിയാണ്. ആ കാലഘട്ടത്തിൽ അവിടെ വൻതോതിൽ ദളിത് വിഭാഗങ്ങൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പിന്നെ അവർ തിരിച്ചു വന്നു. ഞാൻ മനസ്സിലാക്കിയ ഇവിടുത്തെ പല എം പിമാരുടെയും ഫാദേഴ്സ്, SC സിറ്റി മനസ്സിലെ പാരൻസ് ക്രിസ്തുമതത്തിലേക്ക് പോവുകയും പിന്നെ അവർ തിരിച്ചു വരിക, ഈ സംവരണം കാര്യങ്ങളൊക്കെ വന്നു അവർ തിരിച്ചു വരിക, ഹിന്ദു ഐസായി തുടരുകയും ചെയ്തു. അപ്പോൾ അതുമായിട്ട് അവർ MBA ജയിച്ചപ്പോൾ അവർക്ക് അതിന് അർഹതയില്ലാന്ന് കേസ് വന്നിരുന്നു. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ കേസിനെ തള്ളിപ്പോയി. കാരണം അവർ തിരിച്ച് ഗർവാപ്പസി കണ്ടു, അല്ലെങ്കിൽ ഹിന്ദു മതത്തിലേക്ക് അവർ തിരിച്ചു വന്നു. അപ്പം വൻതോതിൽ ഇത് അതിൻ്റെ പിന്നിലൊരു ബാക്ക്ഗ്രൗണ്ട്. ഈ ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നതിന് മുമ്പ് വരെ ഈ ഈഴവ തൊട്ട് താഴോട്ടുള്ള ജനവിഭാഗങ്ങൾ വളരെ ഡിസാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം അവർക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നില്ല, എന്നാൽ അവർ ഹിന്ദു ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോഴത്തെ ആ സമയത്ത് ക്രിസ്ത്യൻ മിഷണറീസ് വൻതോതിൽ ഇവരെ ഡ്രോപ്പിംഗ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. മരാമൺ കൺവെൻഷനിൽ ഈഴവരെ വൻതോതിൽ ക്രിസ്തുമതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. ആ സമയത്താണ് ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നത്. അതിന് പിന്നിൽ CP രാമസ്വാമി അയ്യരായിരുന്നു. അങ്ങേക്ക് ഈ കാര്യം പെട്ടെന്ന് പിടികിട്ടി എന്താണ് സംഭവം എന്നുള്ളത്. TK മാധവനൊക്കെ നേരിട്ട വലിയൊരു പ്രശ്നം അതായിരുന്നു. അങ്ങനെ TK മാധവൻ ഈ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി ഇത്രയും ഫൈറ്റ് ചെയ്യാൻ കാരണം വെച്ചാൽ അദ്ദേഹത്തിന് ഈ അടിയൊഴുക്കി പെട്ടെന്ന് മനസ്സിലായി എങ്ങോട്ടാണ് പോക്ക്, എന്താണ് ഉദ്ദേശം. അതുകൊണ്ടാണ് അദ്ദേഹം ക്ഷേത്രങ്ങൾ എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കണം എന്ന് വന്നിട്ടുള്ള പന്ന് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങൾക്ക് പ്രധാന കുന്തമുന TK മാധവനായിട്ട്. അത് വളരെ കൃത്യമായിട്ട് അറിയാം. അതായത് നിരാശനുമായി. കാരണം ഗാന്ധി വന്നിട്ട് പോലും പിന്നെ ഇടന്തുരുത്തി വനെ നമ്പൂതിരി സമ്മതിച്ചില്ല. അദ്ദേഹം വളരെ നിരാശനുമായിരുന്നു. പക്ഷേ അന്ന് സമയത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യത്തിന്, അല്ലെങ്കിൽ ഇവിടെ കേരളത്തിലെ ഹിന്ദുക്കളുടെ ഒരു ഭാഗ്യത്തിന് CP ഇവിടെ വരുന്നു. അദ്ദേഹത്തിന് കാര്യം പിടികിട്ടി. CP നമ്മളെപ്പോഴും ഒരു ഷെയ്ഡിലേ കണ്ടിട്ടുള്ളൂ. CP ഇത് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെപ്പോഴും പ്രശ്നം എന്ന് വെച്ചാൽ ഒരാളെ നമ്മൾ ഒരു കാര്യം വെച്ചുകൊണ്ട് അങ്ങോട്ട് ക്യാൻസൽ ചെയ്യാന്നുള്ളതാണ്. ഇവിടുത്തെ ഹിന്ദുമതത്തെ ഈ രീതിയിൽ നിലനിർത്തുന്ന CP വഹിച്ച പങ്ക് വളരെ വലുതാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ദളിതരെ ആവശ്യമെന്ന് ചോദിച്ചാൽ, വരാൻ പോകുന്ന ജനാധിപത്യം എന്ന് പറയും, എല്ലാവർക്കും വോട്ട് വേണം. അപ്പം വോട്ട് കിട്ടുന്ന സമയത്ത് സെൻട്രൽ ട്രാവൻകൂറിൽ ഹിന്ദു, അന്ന് ഈ മലബാർ ഇതിൻ്റെ ഭാഗമല്ലല്ലോ, ഹിന്ദു രാജ്യമാണ്. അതെ. പക്ഷേ അതിൽ ദളിത് വിഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈഴവ ദളിതും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഹിന്ദു ഇവിടെ ന്യൂനപക്ഷവും. അപ്പം ഇത് മിനറൽ റിച്ച് ആയിട്ടുള്ള, അതുപോലെ തന്നെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള പ്രദേശമാണ്. ബാക്ക്വാട്ടേഴ്സ്, കോസ്റ്റ് ലൈൻ, നീണ്ട കോസ്റ്റ് ലൈൻ, വിഭവസമ്പന്നമായിട്ടുള്ള മലകൾ, അത് കണക്ട് ചെയ്യാനുള്ള ഇഷ്ടംപോലെ പിന്നെ പാസസ്, ചുരങ്ങൾ, അതെ, പിന്നെ നാച്ചുറലായിട്ടുള്ള പോർട്സ്, തോറയം പോലെയുള്ള ഈ കാലഘട്ടത്തിൻ്റെ നിക്ഷേപങ്ങൾ, ഇതെല്ലാം ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതൊരു ആ രീതി ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു. അതിന് തടസ്സം നിന്നിരുന്നത് ലോക്കലായിട്ടുള്ള വിശ്വാസങ്ങളാണ്. ഓക്കെ. അപ്പോൾ ഈ ലോക്കലായിട്ടുള്ള വിശ്വാസങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളത് പലരുടെ അജണ്ടയായിരുന്നു. മനസ്സിലായോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ? ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ അവിടെ തീവെപ്പ് മാത്രമല്ല, അത് കഴിഞ്ഞ് കുറച്ച് വർഷം വെള്ളായണി ക്ഷേത്രത്തിൽ അവിടെയുള്ള ദേവീ ശില്പം തിരുമുടി എന്ന് പറയും, അത് മോഷണം പോയിരുന്നു. പിന്നെ കിട്ടിയില്ല. അതിൻ്റെ ഏതോ കുറച്ച് ഭാഗങ്ങളൊക്കെ കിട്ടി, അതെടുത്താണ് പുതിയ തിരുമുടി ഉണ്ടാക്കിയത്. അവിടെ വെള്ളായണി ആ പ്രദേശത്ത്, ഇപ്പം സുരേഷില്ലേ, നമ്മൾ BJPയുടെ സുരേഷിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. ആ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധന കേന്ദ്രമാണ് വെള്ളായണി ക്ഷേത്രം. അവിടുത്തെ തിരുമുടി മോഷണം പോയത് എങ്ങനെ? ഈ അന്ന് ഇവിടെ ആഭ്യന്തരമന്ത്രി ഒരു പ്രത്യേക ഭാഗത്തുപ്പെട്ട ഒരാളാണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ഇത് പറയുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണമല്ലോ പറയാം. ആ സമയത്താണ് സംഭവം. പോപ്പായിട്ട് പോലീസ് അന്വേഷണം നടന്നിട്ടില്ല അതിൻ്റെ. അതിങ്ങനെ തിരിച്ചു കിട്ടിയിരുന്നല്ലോ. അതിന് മുമ്പ് അവിടെ ഈ ദേവി, ഇപ്പം എന്നെ സംബന്ധിച്ച് എന്നെപ്പോലത്തെ ആൾ ഇത് പറയുമ്പോൾ ഞാൻ സയൻറ്റിഫിക് അല്ല എന്ന് ആളുകൾ പറയും. അതിനൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. സയൻറ്റിഫിക് ആണോ അല്ലേ എന്നൊക്കെയുള്ള വേറെ കാര്യം. എനിക്ക് അങ്ങനെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. അവിടെ ആഭിചാരം നടത്തിയിട്ട് ദേവിയുടെ ശക്തി കളഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. ഇവരൊക്കെ പറയും ദേവിക്ക് അങ്ങനെ ഹിന്ദുമത ദൈവങ്ങൾക്ക് ശക്തിയൊന്നും ഇല്ല എന്നാണല്ലോ, അല്ലെങ്കിൽ യുക്തിവാദികൾ പറയുന്നത് ദൈവത്തിന് ശക്തിയൊന്നും ഇല്ല എന്നാണല്ലോ. അങ്ങനെയാണ് എന്തിനാ ആഭിചാരങ്ങൾ നടത്തിയിട്ട് ഈ സിനിമയല്ലേ, കാന്താര സിനിമയിൽ അവരുടെ ദൈവത്തിൻ്റെ ശക്തി കളയുന്ന ആഭിചാരം നടത്തിയിട്ടാണ്. ഇതുപോലെ ആഭിചാരം നടത്തേണ്ട ആവശ്യം എന്താണ്? ആഭിചാരം നടത്തി ശക്തി കളഞ്ഞിട്ടാണ് എടുത്തുകൊണ്ട് വരുന്നത്. ഓക്കെ.
അതോടുകൂടി ഒരു 10 വർഷം വെള്ളായണി ആ പ്രദേശത്ത് ആ ഒരു മന്ദിപ്പായിരുന്നു. ആ ക്ഷേത്രം ഉണ്ടായിരുന്നില്ല. ക്ഷേത്രത്തിൽ യഥാവധി പൂജകളുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഇപ്പം പണ്ടത്തെ രീതിയിൽ കളങ്കാവലും പിന്നെ 3 മാസം നിൽക്കുന്ന പിന്നെ വലിയ ആഘോഷമൊക്കെ വന്നത്, ഉത്സവമൊക്കെ വന്നത് അതിന് ശേഷമാണ്. അപ്പം ഇത് പല സ്ഥലത്തും സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം സംശയാസ്പദമാണ്. സംശയാസ്പദമാണ്. അതിനുശേഷം ഈ വെള്ളായണിയിലെ ഈ ഒരു ക്ഷേത്രം ത്തിലെ ഈ പിന്നെ അവിടെയുള്ള തിരുമുടി മോഷണം പോയതിനു ശേഷം അവിടെയുള്ള ഈ പറയുന്ന ഒരു വിഭാഗം ജനവിഭാഗങ്ങളുടെ ഇടയിൽ വൻതോതിൽ കൺവേർഷൻ നടന്നിട്ടുണ്ട്. വൻതോതിൽ കൺവേർഷൻ നടന്നിട്ടുണ്ട്. ഒരു ഏരിയ മൊത്തം മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതെന്ന് ഒന്ന് ഈ വിശ്വാസത്തിലുള്ള ആളുകളുടെ ഈ വിശ്വാസമാണല്ലോ. ഇപ്പോൾ ഹിന്ദുമത ജാതി മതം ക്ഷേത്രത്തിൽ കയറാത്ത പ്രശ്നമൊക്കെ ഉണ്ടായി എങ്കിൽ പോലും അവരുടെ മൂർത്തിയിലുള്ളൊരു വിശ്വാസമാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, ആ മതത്തിൽ നിലനിർത്തുന്നത്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ വിശ്വാസത്തെ അങ്ങ് ഇല്ലാതാക്കുക, ഈ വിശ്വാസത്തിന് ശക്തി ഇല്ലാന്ന് കാണിക്കുക. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ വിഗ്രഹം മോഷണം, അതിലൂടെ കിട്ടുന്ന ആൻറ്റിക് വാല്യൂ ഉണ്ട്. യൂറോപ്പിലൊക്കെ ഈ പറയുന്ന ആൻറ്റിക് സാധനങ്ങൾക്ക് നല്ല ഡിമാൻഡാണ്. അതിലുപരിയായിട്ട് ഇത് ഒരു ജനവിഭാഗത്തിൻ്റെ അസ്തിത്വത്തെ ഇല്ലാതാക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ. നിശബ്ദമാണ്, ഇതൊരു മോഷണമാണ്. നിങ്ങൾ പറയാൻ വലിയ ഡിബേറ്റുകൾക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ദേവിക്ക് ശക്തി ഉണ്ടെങ്കിൽ ദേവി അത് സംരക്ഷിക്കില്ലായിരുന്നു എന്നൊരൊറ്റ ചോദ്യം മതി. ഒരൊറ്റ ചോദ്യം മതി. നിങ്ങളുടെ ദേവിക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ദേവി സംരക്ഷിക്കില്ലായിരുന്നു. ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബം, അത് വേലുതമ്പിയുടെ കുടുംബമാണ്. അവർക്ക് ഈ കന്യാകുമാരിയിലെ പല സ്ഥലത്തായിട്ട് അവിടെ ക്ഷേത്രങ്ങളുണ്ട്, കുടുംബക്ഷേത്രങ്ങൾ. അവിടെ ഒരു ക്ഷേത്രത്തിലെ ഉരുവം എന്ന് വെച്ചാൽ ഈ ദേവി വിഗ്രഹം, അത് 3-4 വർഷം കൂടുമ്പോൾ മാറ്റും. കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. 4 വർഷം മുമ്പ് ഇതാരും അടിച്ചു തകർത്തിട്ടുണ്ട്. അവിടെ മോഷ്ടിക്കാനൊന്നുമില്ല. പിന്നെ മോഷ്ടിക്കാനുള്ള കുറച്ച് വിളക്കൊക്കെ അതാ അവിടെ തന്നെ ഉണ്ട്. ഈ അകത്ത് കയറി കുത്തി തുറന്ന് ഈ ഉരുവം അടിച്ചു പൊളിച്ചിട്ടുണ്ട്. ആ സറൗണ്ടിങ് ആയിട്ടുള്ള ഏരിയയിലും ഈ കൺവേർട്ടഡ് ആയിട്ടുള്ള ആളുകൾ ധാരാളം ഉള്ളൊരു ഏരിയയാണ്. ഓക്കെ. എന്തിനാണ് പഞ്ചലോഹ വിഗ്രഹമില്ലാത്ത ഒരു സ്ഥലത്ത് കയറിയിട്ട് ഇത് നിങ്ങൾ പറയുന്നത് മുസ്ലിങ്ങളാണെന്ന് വിചാരിക്കേണ്ട. കാരണം ഈ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ശത്രുക്കളാക്കി നിർത്തിയിട്ട് ആണല്ലോ കളി. മുസ്ലിങ്ങളല്ല, ആ പ്രദേശത്ത് മുസ്ലിങ്ങളില്ല. മാത്രമല്ല ഈ വിഗ്രഹമോഷണത്തിൽ പിന്നെ വലിയ ഇതിന് മുസ്ലിങ്ങളെ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ദാവൂദ് ഡി എന്നൊക്കെ പറയുന്നത് നമുക്കറിയില്ല അത് ശരിക്കും ദാവൂദ് ഇബ്രാഹിം ആണോ. ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിം ആണെങ്കിൽ തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു സാമ്പത്തികമായ കാര്യമാണ് ആയിരിക്കും. പക്ഷെ ഇതിൻ്റെ അജണ്ട നിങ്ങൾ നോക്കിയാൽ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, ഇതിൻ്റെ ഗുണം കിട്ടിയ ആർക്കാണ്? മനസ്സിലായോ? നമ്മൾ പിന്തുടർന്നു വരുന്ന സംസ്കാരത്തെ തച്ചുടച്ചുകൊണ്ട് ആ ഒരു അസ്തിത്വ ബോധം തകർക്കുക എന്നുള്ള ഒരു വളരെ ഇതാരും കാണില്ല, ഇതാരും ഡിസ്കസ് ചെയ്യില്ല, ആരും കാണില്ല. ആകപ്പാടെ ഡിസ്കസ് ചെയ്യാൻ കുറച്ച് മുന്നോട്ട് വരും RSS ആണ്. അപ്പോൾ RSS ആരും ഉണ്ടില്ല, പേടിയാണ്. RSS പേടിയാന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഇപ്പം കേന്ദ്രം ഭരിക്കുന്നതൊക്കെ അല്ലേ. അപ്പം അധികം പറഞ്ഞു കഴിഞ്ഞാൽ സെക്കുലറിസം ചെയ്യപ്പെടും. പിന്നെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ പ്രശ്നമുണ്ട്. ഓക്കെ. മുസ്ലിംസിനെതിരാണെങ്കിൽ അവർ പറയും, കാരണം മുസ്ലിം വോട്ട് ഒരു കാലത്ത് അവർക്ക് കിട്ടാൻ പോകുന്നില്ല എന്നവർക്കറിയാം. അതുകൊണ്ട് ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഈ ഒരു പാറ്റേൺ എടുത്ത് നോക്കിയാൽ ഒരു വിഗ്രഹം മോഷ്ടിക്കുന്നതിന് പിന്നിൽ അതിൻ്റെ ഒരു ആൻറ്റീക്ക് വാല്യൂ മാത്രമല്ല. അവിടെയാണ് CPM പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ കൂട്ടി വായിക്കേണ്ടത്. ഇന്ത്യയിൽ ഏത് സമയം തൊട്ടാണ് വൻതോത് കൺവേർഷൻ നടന്നിട്ടുള്ളത്? കോൺഗ്രസ് ഭരിക്കുമ്പോൾ, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലല്ല. നോർത്ത് ഈസ്റ്റ് മൊത്തം കൺവേർട്ട് ചെയ്യപ്പെട്ടു. പക്ഷേ ഇന്ദിരാഗാന്ധിയും നെഹ്റുവിനും ഒരു മാത്രം പ്രത്യേക താല്പര്യമില്ല. ഇന്ദിരാഗാന്ധി ഒരു ഹാർഡ് കോർ ഹിന്ദു ആയിരുന്നു. രാജീവ് ഗാന്ധിക്കും ഹിന്ദു മതത്തിൽ വലിയ വിശ്വാസമായിരുന്നു. പക്ഷെ അതിനുശേഷം നിങ്ങൾ കാണുന്നത് എന്താണ്? യെസ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ വേറെ ചില ഇൻ്റർനാഷണൽ ലിങ്ക്സ് അന്വേഷിച്ച് നോക്കുമ്പോൾ ചില ആളുകൾക്ക് ചില സ്ഥലത്ത് ഈ പറയുന്ന ആൻറ്റീക്ക് വിൽക്കുന്ന ഷോപ്പുകൾ ഉണ്ടാകുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു സോണിയാഗാന്ധിയുടെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ ഏതോ ഒരു ബന്ധുവിന് ആൻറ്റിക് ബിസിനസ് ഉണ്ട്, ആൻറ്റിക് സാധനങ്ങൾ വിൽക്കുന്ന. അതും വലിയ ഷോപ്പാണ്, വലിയ ബിസിനസ്സാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കൾച്ചറിനെ നശിപ്പിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഞാൻ ഇത്തരം കാര്യങ്ങൾ പൊതുവെ ഇടപെടാത്തതാണ്. എന്തുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സിവിലൈസേഷൻ ലോകത്ത് ഈ ഇസ്ലാം മതം, ക്രിസ്തു മതം, ജൂതമതം, ഇവരാണല്ലോ സെമറ്റിക് മതങ്ങൾ. ഇത് 3 എണ്ണം വരുന്നതിൻ്റെ മുമ്പുള്ള വളരെ നാച്ചുറലായിട്ട് വന്നിട്ടുള്ള ഒരു വിശ്വാസമാണ്. വളരെ നാച്ചുറലായി പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്നതാണ് ഹിന്ദുയിസം. അതല്ല ബുദ്ധിപരമായിട്ടൊരു ഇൻവേഷൻ ഒന്നല്ല. ഇപ്പോൾ ക്രിസ്തുമതം, ഇസ്ലാം മതം, ജൂതമതം ബുദ്ധിപരമായിട്ടാണ്. നിങ്ങൾ നോക്കിയാൽ മതി. കൃത്യമായ ബുക്കും, ഒരു പ്രവാചകനും, ഒരു ദൈവപുത്രനും,
പിന്നെ ദൈവം കൽപ്പിച്ച ജനങ്ങളും അങ്ങനെയാണ്. ഹിന്ദുമതത്തിൽ അതില്ല. ഇത് വളരെ നാച്ചുറലായിട്ട് ഉണ്ടായി വന്ന പല വിശ്വാസങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു സങ്കലനമാണ്. ഈ സങ്കലനത്തിൽ ഉച്ചനീചത്വങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിനൊരു വലിയൊരു ഗുണം നിങ്ങൾ ഏത് എടുത്തു നോക്കിയാൽ അത് നാച്ചുറലായിട്ട് വളരെയധികം ബന്ധപ്പെട്ടതാണ്. വേദങ്ങളൊക്കെ അവിടെ കിടക്കും, അതൊരു വിഭാഗം ആളുകൾ മാത്രം. ജനങ്ങൾക്ക് നേരിട്ട് അവിടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുന്ന ഈ അവതാറിലെ നാവീസിനെ പോലുള്ള ലൈഫാണ്. ഈ അവതാർ എന്നുള്ള സിനിമ തന്നെ ഇന്ത്യൻ ട്രഡീഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇന്ത്യയിലെ പല വിശ്വാസങ്ങളുമാണ് അതിൽ, അത് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് പ്രകൃതിയുമായി ചേർന്ന് നിൽക്കും. നിങ്ങൾക്കിത് യുക്തി കൊണ്ടൊന്നും തെളിയിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അനുഭവപ്പെടും. ഓക്കെ. എന്നുവെച്ചാൽ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം എന്നുള്ള കോൺസെപ്റ്റ് എങ്ങനെയാണ്. ഇപ്പം നിങ്ങൾ നോക്കും, ഇവിടെ ആരൊക്കെ വന്നു? മംഗോളിയൻസ് വന്നു, തുർക്കികൾ വന്നു, ബ്രിട്ടീഷുകാർ വന്നു. ഇവിടെ അല്ലേ സിവിലൈസേഷൻ തകർക്കാൻ പറ്റും? ഇല്ല. ആകപ്പാടെ ഇവിടെയും ചൈനയിലും ജപ്പാനിലുമാണ് ഈ തകർക്കാൻ പറ്റുക. ബാക്കി യൂറോപ്പിലൊക്കെ ഇതുണ്ടായിരുന്നു, തകർത്ത് കളഞ്ഞു. ആഫ്രിക്കയിലുണ്ടായിരുന്നു, തകർത്ത് കളഞ്ഞു. ഏഷ്യയിലെ മറ്റു പ്രദേശങ്ങളുണ്ടായി തകർത്ത് കളഞ്ഞു. ഇന്തോനേഷ്യ വരെ തകർത്ത് കളഞ്ഞു. ഇവിടെ പറ്റിയില്ല. അമേരിക്കയിൽ റെഡ് ഇന്ത്യൻസിനെ പോലും അവർ തകർത്ത് കളഞ്ഞു. ഇവിടെ പറ്റിയില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ ഈ കൾച്ചറിൻ്റെ ഒരു ശക്തി, ഒന്ന് കൾച്ചറലി ഇറ്റ് ഈസ് വെരി സ്ട്രോങ്. സെക്കൻഡ്ലി ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു എന്താ പറയുക, വേദങ്ങളുടേതും ലോക്കൽ ലിറ്ററേച്ചറിൻ്റെതായിട്ടുള്ള ഒരു ആവരണം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഓരോരോ പടയോട്ടങ്ങളും വന്നപ്പോൾ രാജാക്കന്മാർ ചെയ്തെന്താണെന്ന് വെച്ചാൽ, ചില സമയത്ത് നമ്മൾ പോർച്ചുഗീസുകാരുണ്ട്, ഇംഗ്ലീഷുകാരുടെ മുന്നേ നമ്മൾ തോറ്റതാണ്. അപ്പോൾ അവർക്ക് വേണ്ട ഒന്ന് കൺവേർഷനായിരുന്നു. അവിടുത്തെ രാജാക്കന്മാർ പറഞ്ഞു, ശരി നിങ്ങൾ കൺവേർട്ട് ചെയ്തോളൂ, പക്ഷേ അത് ഈ പറയുന്നതിനെതിരെ 4 തൊട്ട് മുകളിലോട്ടുള്ളവരെ തുടരുത് എന്ന് പറഞ്ഞു. അത് ഒരു തന്ത്രമായിരുന്നു. എന്തുകൊണ്ടാണ്? എന്താ തന്ത്രം? ആരെയും കൺവേർട്ട് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. പിന്നെ ഇവന്മാർ ഈ രാജകുടുംബം തന്നെ ഇല്ലാതായിക്കോളും. അത് പിന്നെ അവർക്ക് ഫ്രീ ഹാൻഡായി. അതുകൊണ്ടാണ് രാജാവ് അങ്ങനെ തന്ത്രപരമായ നിലപാട് എടുത്തുകൊണ്ടും ഈ ചുറ്റുപാടിൻ്റെ ശക്തിയും കൊണ്ടാണ് ഈ സിവിലൈസേഷൻ ഇങ്ങനെ നിന്നുപോയത്. നിങ്ങൾ നോക്കി, ലോകത്ത് എവിടെയില്ല. ചൈനയെ കമ്മ്യൂണിസ്റ്റുകാർ വന്നത് പിടിച്ചടക്കി, എല്ലാം മാറ്റിക്കളഞ്ഞു. ജപ്പാനാണ് പിന്നെ കുറച്ചെങ്കിലും ആ രീതിയിൽ നിലനിൽക്കുന്നത്. പിന്നെ ലാറ്റിൻ അമേരിക്കയിലെ ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമായി കുറണം നിൽക്കുന്നുണ്ട്. ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള സൂഫി ട്രഡീഷൻ ഇല്ലാതായിക്കൊണ്ടിരിക്കാനാണ് ഇവിടെയുള്ള മുഖ്യധാര മുസ്ലിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സീരിയസ്ലി മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയൊക്കെ അതിനെതിരാണ്. ഇതൊന്നും ഇസ്ലാമല്ല എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ വന്ന എല്ലാ മതങ്ങളിലും ഈ മതങ്ങളെല്ലാം തന്നെ ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് സിറിയൻ ക്രിസ്ത്യൻസ് അവർ പറയുന്ന ഒരു ബ്രാഹ്മൺസ് ആണ്. ഒരുപാട് ട്രഡീഷൻസ് അവർ ആ രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ട്രഡീഷണൽ മുസ്ലിംസും കുറേ എണ്ണം ഫോളോ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മാറ്റണമെന്നാണ് ഈ പുത്തൻകൂറ്റുകാർ പറയുന്നത്. അത് ശരി, മനസ്സിലായല്ലോ. അപ്പോൾ ആ രീതിയിൽ പണ്ട് ഈ ഇടതുപക്ഷ ചിന്തകർ വലിയ രീതിയിൽ പറയുന്ന കാര്യമുണ്ട്. എറിക് ഓക്സ്ഫാമൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത് കൾച്ചറലായി. യെസ്. കാരണം നിങ്ങൾക്കൊരു ഞാൻ ലിയോയ്ക്ക് ഒരു 100 കോടി രൂപ കൊണ്ടെത്തുന്ന ലിയോ ചിലപ്പോൾ മതമൊക്കെ മാറും, പക്ഷേ ലിയോൻ്റെ ഉള്ളിലുള്ള ദൈവവിശ്വാസം മാറില്ല. അത് പുറത്ത് കാണിച്ചില്ല, അത് കണ്ടിന്യൂ ചെയ്യപ്പെടും. അത് ലിയോയുടെ കുട്ടിക്ക് കിട്ടും ചില അംശങ്ങളൊക്കെ. അപ്പോൾ അതിനെന്ത്, ആ ദൈവവിശ്വാസത്തിന് ആണിക്കല്ലില്ലാതാക്കണം. അതിനുവേണ്ടി പല രീതിയിലുള്ള ഇൻവേഷൻസ് നടക്കും. അതിലൊരു ഇൻവേഷനാണ് ഈ വിഗ്രഹം മോഷണം എന്നുള്ളത്. അതിൻ്റെ ആൻറ്റീക് വാല്യൂ ഒരു വിഭാഗത്തിന് അത് ആവശ്യമുണ്ടാവും. പിന്നെ എനിക്ക് മനസ്സിലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ ദാവൂദ് എന്നുള്ള പേര് വരുന്നു. ദാവൂദ് എന്ന് നമുക്കറിയാം ആരാണ്. വേറെ ഒരുപാട് ദാവൂദ് ഉണ്ട്. ദാവൂദ് ഇബ്രാഹിമാണ്. അതെ. പക്ഷേ സോഫ ഇത് കണക്ട് ചെയ്യുന്ന ലിങ്കൊന്നും കാണുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്? പിന്നെ ഇത് മുസ്ലിംസിൻ്റെ ഇതിലേക്ക് ഡ്രോപ്പിൻ ചെയ്യണം, എന്നിട്ട് ഇത് ഹിന്ദു മുസ്ലിം ഫൈറ്റാക്കി മാറ്റണം. മുസ്ലിംസ് ഇതുവരെ അതിൽ കയറി കൊത്തിയില്ല എന്നുള്ളതാണ്. ദാവൂദിനെ ഓൺ ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. അതെ, ദാവൂദിൻ്റെ ഒരു ചരിത്രവും വർത്തമാനവും ഒക്കെ. പക്ഷേ അത് കേരളത്തിൽ സെക്കുലർ ഫാബ്രിക്കിന് ഉണ്ടാക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട്. അതിത് അറിയാത്ത ആളുകളെ മനസ്സിൽ ദാവൂദ് ഇബ്രാഹിമാണ്, മുസ്ലിങ്ങളാണ് എന്ന് വരും. സത്യത്തിൽ കേരളത്തിൽ ഈ മുസ്ലിംസും ഹിന്ദുസായിട്ട് വലിയ ഫൈറ്റൊന്നും നടന്നിട്ടില്ല. ഇവിടെ ശബരിമല ക്ഷേത്രത്തിൽ തീ വെച്ചത് മുസ്ലിംസ് അല്ല. ഞാൻ നിങ്ങളെ പലവണ വന്നിട്ടുണ്ട്. ആകപ്പാടെ ഇവിടെ മുസ്ലിംസിൻ്റേതായിട്ടുള്ള ഒരു അസേഷൻ 2 സ്ഥലത്ത് നമ്മൾ കണ്ടിരുന്നു. ഒന്ന് സാമൂതിരിയുടെ സമയത്ത് ഈ പോർച്ചുഗീസുകാരുടെ ദേഷ്യം കൊണ്ട് മരക്കാർ സാമൂതിരിക്ക് കുറച്ചാലും എതിരായിരുന്നു. മരക്കാർ കോഴിക്കോട്ടുകാരനല്ല, ഇങ്ങനെ എറണാകുളത്ത് നിന്നാണ് ഒന്ന്. 2 ഈ പറയുന്ന ടിപ്പു സുൽത്താൻ, അയാൾ നാട്ടുകാരനല്ല, മൈസൂരുകാരനാണ്. ടിപ്പു സുൽത്താൻ വന്ന് അടുത്ത് കൂടി കുറച്ച് അട്രോസിറ്റീസ് ഉണ്ട്. അതല്ലാതെ കേരളത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളായിട്ട് ഒരു പ്രശ്നമില്ല. ഓക്കെ. പക്ഷേ എന്താ പറയുക, കേരളത്തിൽ നമ്പർ 1 ഹിന്ദുക്കളുടെ ശത്രുവായിട്ട് മുസ്ലിങ്ങളെ കാണും. ഇതിപ്പം പറയുന്നതിന് എന്നെ മൗദൂദ്യങ്ങൾ ഐ ഡോണ്ട് കെയർ, നിങ്ങൾ എന്ത് വിളിച്ചാൽ ഐ ഡോണ്ട്. നമ്മൾ അല്ല, ഇതെല്ലാം ഒരു കൃത്യമായ ഒരു പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലേ, സെറ്റ് അജണ്ടയോട് കൂടി എന്നാണ് പറയുന്നത്. ബ്രെയിനെ ഹാക്ക് ചെയ്യാണ്. ഇത്തരം ന്യൂസൊക്കെ കൊടുത്തിട്ട് നിങ്ങളെ ബ്രെയിനെ ഹാക്ക് ചെയ്യുക. ഒന്നതാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ സാങ്ക്ടിറ്റി നശിപ്പിക്കുക. ഈ മൂന്നാമത്തേത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൃത്യമായി ഡ്രോപ്പ് ചെയ്യാൻ കാരണം ഹിന്ദുക്കൾ കൂടുതലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ്.
അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഹിന്ദു വിരുദ്ധരാണ് എന്ന് കാണിക്കുക. സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല അത്തരം കാര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്, മറ്റു പലരുമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വിശ്വാസത്തെയും കൂടുതൽ സപ്പോർട്ട് ചെയ്യാതിരിക്കുക ചെയ്തിട്ടില്ല. അവർക്ക് അവരുടെ വേറെ ലൈനാണ്. ഇതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഡ്രോപ്പിൻ ചെയ്യാൻ വഴി ഹിന്ദുക്കളെ മുന്നിൽ കമ്മ്യൂണിസ്റ്റുകാരെ നെഗറ്റീവായി ചിത്രീകരിക്കുക, എന്നിട്ട് അതിൻ്റെ ഗുണം ഉണ്ടാക്കുക. ഈ ഗുണം കിട്ടുന്ന ആരോ അവരാണ് സത്യത്തിൽ ഇത്തരം എലിമെൻസിനെ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. കാരണം അവരുടെ ടോപ്പ് ലീഡർഷിപ്പ് തന്നെ ഇത്തരം എലിമെൻറ്റ്സ് ഉണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ല, ഞാനൊരു കാര്യം പറഞ്ഞില്ല, സോണിയാഗാന്ധിയുടെ അടുത്ത് എങ്ങനെ ഇയാൾക്ക് പോറ്റിക്ക് പോകാൻ പറ്റുക? അതാണ്. വെറുതെ പോകുന്നതല്ലല്ലോ, കൈ കെട്ടി കൊടുത്തല്ലോ. അതെങ്ങനെ പറ്റുക? സോണിയാഗാന്ധിയുടെ അടുത്ത് നിങ്ങൾക്ക് ഇവിടെ സാധാരണ കോൺഗ്രസ്സിന് വരെ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരാളുണ്ട്, ഒരു വളരെ വലിയ കോൺഗ്രസ് ഫാമിലി. എന്ന് വെച്ചാൽ ഈ നേതാവ് കോൺഗ്രസ് ആകുന്നതിന് മുമ്പേ അവരുടെ നേതാവ് ഫാമിലി കോൺഗ്രസ്സാണ്. സ്വാതന്ത്ര്യ സമര കാലം തൊട്ടേ അവർ ഡൽഹിയിൽ പോയപ്പോൾ അവർ സോണിയാഗാന്ധി ഒന്ന് കാണും. അപ്പോൾ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട നേതാവിനെ വിളിച്ചു, അവിടെ കണക്റ്റഡ് ആയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു അത്ര എളുപ്പമൊന്നുമല്ല അത് കാണാൻ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് സാധാരണ ഈ തലമുറകളായിട്ട് CPM-മാരുടെ അടിയും കിട്ടി കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ. ആ സമയത്താണ് ഇങ്ങനെ ഒരു പോറ്റി പോയിട്ട് കൈ കെട്ടി കൊടുക്കുന്നത്. അതെ, അപ്പോൾ ആ ഒരു കണക്ഷൻ അങ്ങനെയാണ് പോകുന്നത്. അതിന് മറ്റു പല മാനങ്ങളുമുണ്ട്. ഈ വിഗ്രഹ കടത്താണെങ്കിൽ തന്നെയും കേരളം ഇപ്പോൾ ഞാൻ പലപ്പോഴും നിങ്ങളെ പറഞ്ഞിട്ടില്ലേ, കൺവേർഷൻ്റെ ഒരു ഹോട്ട് ബെഡായി കേരളം മാറിയിട്ടുണ്ട്. ഇപ്പോൾ യൂറോപ്പിൽ നിന്നൊന്നും ആളുകൾ ഈ കൺവേർഷന് വേണ്ടി വരുന്നൊന്നുമില്ല. അമേരിക്കയാണ് കുറച്ച് സ്പോൺസർ ചെയ്യുന്നത്. പക്ഷേ കേരളത്തിൽ നിന്ന് വൻതോതിൽ ആളുകൾ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് ഈ പണിയെടുക്കുന്നുണ്ട്. ഇത് കണ്ട് ഇതാണ് ഒരു ഭാഗത്ത്. രണ്ട്, നോർത്ത് ഇന്ത്യയിലേക്കുള്ള ഇസ്ലാമിസ്റ്റ് എലമെൻറ്റുകളെ കേരളത്തിൽ നിന്ന് സ്പോൺസർ ചെയ്ത്, അത് വലിയ തോതിലില്ല, എന്നാലും ചെറുതായിട്ടുണ്ട്. അപ്പോൾ പള്ളികൾ നവീകരിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇത് കൺവേർഷനാണ്, ബേസ് കേരളമാണ് ഇപ്പോൾ ഇന്ത്യയിൽ. അല്ല, ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ആരായിരിക്കാം ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതിന് ഞാൻ മുൻപും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യം നീണ്ടത് US-ലേക്കാണ്. US-ന് അതൊരു US-നെ സംബന്ധിച്ച ഇമ്പീരിയലിസ്റ്റ് അജണ്ടയാണ്. അവർക്ക് റോമൻ ക്രിസ്ത്യാനിറ്റി ഉണ്ടായിരുന്ന പോലെ അവർക്കൊരു ഇൻ്റർനാഷണൽ അവരുടെ സാംസ്കാരികവുമായിട്ടും മതപരമായ സ്വാധീനം ഒപ്പിക്കാൻ അവർക്കൊരു മതം ആവശ്യമുണ്ട്. അതാണ് അവരുടെ കാര്യം. പക്ഷെ അതിനും അപ്പുറമായിട്ടുള്ള ലോകത്തെ മൊത്തം ഒരു മതത്തിൻ്റെ കൊടക്കീഴ് കൊണ്ടുവരാനുള്ള അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട്. അതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഒരു ശുദ്ധീകരണമുണ്ട്. പ്രധാനമായിട്ട് സിറിയൻ ക്രിസ്ത്യാനികൾ നമ്മളെ സംസ്കാരമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. ഒരുപക്ഷെ ഹിന്ദുക്കളെക്കാട്ടും ഹിന്ദുമതമായി ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് ഈ സിറിയൻ ക്രിസ്ത്യാനികൾ. പല കാര്യങ്ങളാണ്. കാരണം ബ്രാഹ്മണിസത്തൊക്കെ ഭയങ്കര പോസിറ്റീവായി കാണുന്നത്, ഞങ്ങൾ ബ്രാഹ്മണസിന് പിൻഗാമികളാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയും. ഹിന്ദുക്കൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റിയോട് നിങ്ങൾ ബ്രാഹ്മണെന്ന് വെച്ചാൽ അയാൾക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊന്നും അവർ ക്രിസ്ത്യാനികളായി കൂട്ടുന്നില്ല ഈ പദ്ധതിയും. ഓക്കെ, അവർക്കും ഇതിനാണ്. സോ അവരുടെ ലക്ഷ്യം ഈ ഹിന്ദുവിസത്തെ തകർക്കുക. കാരണം ഏറ്റവും വലിയ ഒരു സംസ്കാരം എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന സംസ്കാരം ഹിന്ദുയിസമാണ്, ഹൈന്ദവ സംസ്കാരം. അപ്പോൾ ആ സംസ്കാരത്തെ തകർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. കാരണം അത് തകർത്താൽ മാത്രമേ ഈ ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന ക്രിസ്ത്യാനിറ്റി ഒന്ന് ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റിയാണ്. സിറിയൻ ക്രിസ്ത്യൻസ് ദേ ആർ വെരി മച്ച് ഹിന്ദുവൈസ്ഡ്. അപ്പോൾ അതുപോലെ തന്നെ മുസ്ലിംസിന് ഏറ്റവും പഴക്കം ചെന്ന മുസ്ലിം കമ്മ്യൂണിറ്റി ഒന്നും കേരളത്തിലത്തെയാണ്. ദേ ആർ ഓൾസോ വെരി മച്ച് ഹിന്ദുവൈസ്ഡ്. സംസ്കാരമായിട്ട് ഹിന്ദുവാണ്. അപ്പോൾ ഇവരൊന്നും അംഗീകരിക്കുന്നില്ല. ഈ മുസ്ലിംസിലുള്ള ഈ പുതിയ ഭാഗം എന്ന് പറഞ്ഞാൽ സുന്നി മുസ്ലിങ്ങളെ അല്ല, കലിമ ചൊല്ലിയ ഹിന്ദുക്കളാണെന്നാണ് അവർ നമ്മളെയൊക്കെ പറയുന്നത്. ശരി. പുറത്ത് എങ്ങനെ അറിയില്ല, പക്ഷേ അവരുടെ വർത്തമാനത്തിൽ അങ്ങനെയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഉണ്ട് ഈ പറഞ്ഞ ടീംസ് ഒന്നും ഇപ്പോൾ സിറിയൻ ക്രിസ്ത്യാനികളെ അവരുടെ ആചാരങ്ങൾ പലതും ക്രിസ്ത്യൻ അല്ല എന്നാണ് അവർ പറയുക. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ പക്ഷേ ഇവിടെ ഈ ഗ്രൂപ്പിലെല്ലാം പെട്ട ആളുകളെ അവർക്ക് വിലക്കെടുക്കാൻ പറ്റുന്നുണ്ട്. കാരണം പൈസ, അമേരിക്കൻ വിസ. ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കുമോ ഇപ്പോൾ ഈ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ഈ കരോളിന് നേരെ ആക്രമണം നടന്നു എന്നൊക്കെ പറയും? കാരണം പണ്ടൊക്കെ എൻ്റെ നാട്ടിൽ ഇപ്പോഴും കരോളുകൾ വരാറുണ്ട്. അവരെയൊന്നും ആരും ഉപദ്രവിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അല്ല, കരോളിന് നേരെ ആക്രമണം നടത്തുന്നത് ഇന്നൊന്ന് ഒരു കാര്യം എന്ന് വെച്ചാൽ അത് കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. രണ്ട്, ഇപ്പം BJP-ക്കാർ ക്രിസ്ത്യാനികളെ ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു BJP ക്രിസ്ത്യൻ റിഫ്റ്റ് ഉണ്ടാക്കാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഈ രണ്ട് ഘടകങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. മൂന്നാമത്തത്, കരോൾ സംഘങ്ങൾ ചിലപ്പം കരോളുകളായിട്ടല്ല പിടിച്ചുപോയ സംഘങ്ങളായിട്ട് ചിലപ്പം പ്രവർത്തിച്ചെന്ന് വരാം. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിഷേധമുണ്ട്. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. നമുക്ക് അതിൻ്റെ സമഗ്രത കാണണം. നമ്മൾ ആകപ്പാടെ കാണുന്നതാണ് കരോൾ സംഘം ആക്രമിക്കപ്പെട്ടു. അതിനകത്ത് പിന്നെ കൃഷ്ണകുമാർ നടത്തിയ പ്രസ്താവനയൊന്നും ശരിയല്ല. കള്ളു കുടിച്ചിട്ട് പിള്ളേർ കള്ളു കുടിക്കുക, കൊച്ചുകുട്ടികൾ, അതൊന്നും ശരിയല്ല. കരോൾ സംഘം ആക്രമിക്കപ്പെട്ടു. ഒന്ന്. രണ്ടെന്താണ്, കന്യാസ്ത്രീകൾ പിന്നെ ജയിലിലാക്കപ്പെട്ടു. അവിടെ പോയി മതപരിവർത്തനം ചെയ്യാൻ നോക്കിയിട്ടാന്നുള്ളത് റിപ്പോർട്ട് വരില്ല.
അപ്പോൾ ഒരു BJP നെഗറ്റീവിൽ ഇത് മാത്രമേ ഇതിൻ്റെ ഉള്ളോട്ട് ആരെങ്കിലും അത് ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ട് ശബരിമല നിരന്തരമായിട്ട് ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും വലിയൊരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ കൺവേർഷൻ നടന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കൺവേർഷൻ. ഐ നോട്ട് ടോക്കിംഗ് അബൌട്ട് സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. അവർ പണ്ടേ ഇവിടെ ഉള്ളതാണ്. അവരുടെ ചില ആളുകൾക്ക് വിലക്കെടുക്കാൻ പറ്റും. പക്ഷേ ആ സിസ്റ്റം ആൻറ്റി ഹിന്ദു അല്ല. ആ സിസ്റ്റം ആൻറ്റി ഹിന്ദു അല്ല അവിടെ. പക്ഷേ ഈ ഒന്ന് വിഭാഗങ്ങൾക്ക് വൻതോതിൽ സ്വാധീനം കൂടിയിട്ട് ഈ സ്വാധീന ശക്തി കൂടുന്നത് 1990-കൾക്ക് ശേഷമാണ് പ്രധാനമായിട്ടും. 90-കൾക്ക് ശേഷം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം തൊട്ടാണ് വൻതോതിൽ കൂടുന്നത്. ഈ കൂടിയ സമയത്ത് ആണ് അവിടെ പിന്നെ ഈ പറയുന്ന സ്വാതന്ത്ര്യം കിട്ടുന്നു, സംവരണം എന്നുള്ള സംഭവം വരുന്നു, ഇവരൊക്കെ തിരിച്ചു വരുന്നു. അപ്പം ഈ തിരിച്ചു വരവിന് ഒരു കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ഉള്ളിൽ സംവരണം മാത്രമല്ല, ഇവരുടെ ഉള്ളിലുള്ള പഴയ സങ്കല്പമാണ്. മാത്രമല്ല ശബരിമല ഈ സമയമാകുമ്പോഴേക്കും വൻതോതിൽ തീർത്ഥാടന കേന്ദ്രമായി മാറുന്നു. മുമ്പേ ഉണ്ട്, പക്ഷേ വൻതോതിൽ ആളുകൾ ആകർഷിക്കുന്നു. പക്ഷേ ഇത്തരം തീർത്ഥാടന ശബരിമലയുടെ പ്രശ്നം ഒരു ഗുണമെന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ ഇതുപോലെ ക്ഷേത്രം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ ശബരിമല ബേസിക്കലി ഹിന്ദുമതം തുടങ്ങുന്നു എന്ന് പറയുന്ന കാലഘട്ടം തൊട്ടേ ഉള്ള ഒരു വിശ്വാസ സങ്കല്പമാണ്. എന്നുവെച്ചാൽ ആദി ചേരന്മാരുടെ കേരളം എന്നുള്ള ചേരളം എന്നായി പറയാം. ഈ കേരളം 3 തമിഴ് രാജാക്കന്മാർ ഭരിച്ചിരുന്നു ഇവിടെ. ചേര രാജാക്കന്മാരെ നമ്മൾ, ചോളന്മാർ, പാണ്ഡ്യന്മാർ. ഈ ചേര രാജാക്കന്മാരുടെ അണ്ടറിലുണ്ടായിരുന്നൊരു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നൊരു ക്ഷേത്രമാണ്. ചേര രാജാക്കന്മാരുടെ ആദ്യ കാലഘട്ടത്തിൽ ഒരു ക്യാപിറ്റൽ കുമിളിയായിരുന്നു. ഇത് പ്രധാനപ്പെട്ട ഒരു പാസ്സാണ്. പാസ് എന്ന് വെച്ചാൽ അറിയാലോ, ചുരമാണ് ഈ കച്ചവടത്തിൻ്റെ. ഇന്ത്യയിലെ ഈ പറഞ്ഞ സ്പൈസസ് എല്ലാവർക്കും വേണ്ടിയിരുന്നു. അപ്പോൾ വളരെ വലിയൊരു സിവിലൈസേഷൻ നിലനിന്നിരുന്ന പ്രദേശമാണത്. ഒരു വലിയൊരു കൾച്ചർ ഉണ്ടായിരുന്നു ആ കാലം തൊട്ടേ. ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു ക്ഷേത്രമാണ്. അതിൻ്റെ ഒരു പവർ, ശക്തി അതിനുണ്ട്. പിന്നെ അത് പല രൂപങ്ങളിൽ വന്നു. പിന്നെ ബുദ്ധന്മാരുടെ അണ്ടറിലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഈ പറയുന്ന പോലെ ബ്രാഹ്മണിക് മതം, ഇപ്പോൾ ഹിന്ദുമതം നമ്മൾ ഇന്നലെ വിളിക്കുന്നത്, വൈദിക മതത്തിൻ്റെ അണ്ടറിലായി. പിന്നെ അത് ഈ കാലഘട്ടത്തിലാവുമ്പോൾ നമ്മൾ ഹിന്ദുമതത്തിൻ്റെ ആയി. പക്ഷേ ഹിന്ദുമതം എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ബുദ്ധിസത്തെയും ജൈനിസത്തെയും അതുപോലെ തന്നെ അതിൻ്റെ മുമ്പുള്ള ട്രഡീഷനെയും വൈദിക മതത്തെ എല്ലാം കൂടി ഉൾക്കൊള്ളുന്നതാണ് ഹിന്ദുമതം. അപ്പോൾ ഇത്രയും പഴക്കം ചെന്നൊരു ക്ഷേത്രം, അതിൻ്റെ ആ ശക്തി ആ ക്ഷേത്രത്തിനുണ്ട്. ആളുകളുടെ വിശ്വാസം, അതായത് ഇവിടെ ആളുകൾ ജീവിച്ചു തുടങ്ങിയ കാലം തൊട്ടേയുള്ള ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. മറ്റു പലതും ചിലപ്പോൾ നശിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഇത് പക്ഷേ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അല്ലാണ്ട് ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഇത്തിരി ആളുകൾ പോകും. അതെ, ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഇത്രയും സഹിച്ച് അക്കാലത്ത് പോയിരുന്നു. അപ്പോൾ ഈ 1900 ആവുന്നതോടുകൂടി വൻതോതിലുള്ള എന്ത് വരുന്നു, തീർത്ഥാടകർ വരുന്നു. ഇതോടുകൂടി എന്ത് സംഭവിക്കുന്നു, ഈ ക്ഷേത്രം ശക്തിപ്പെടുന്നതോട് കൂടിയിട്ട്. അപ്പോൾ മുൻകൂട്ടി അവർക്ക് മനസ്സിലായി ഈ ക്ഷേത്രം ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം. ഈ ക്ഷേത്രം ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറയുന്നതിൻ്റെ മാതിരി ഈ പണി നടക്കില്ല. കൺവേർഷൻ നടക്കില്ല. അല്ല പിന്നെ എന്തിനാണ് ക്ഷേത്രത്തിൽ തീ കൊടുത്തത്? ഞാൻ പറഞ്ഞതല്ല, കേശവമേനോൻ റിപ്പോർട്ടുണ്ട്. സത്യത്തിൽ ശബരിമലയിൽ ആ തീപിടുത്തമാണ് 57 ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റുകളെ പിന്നെ ആ ഒരു കാലഘട്ടത്തിലെല്ലാം തന്നെ കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവന്നൊരു കാര്യം. കാരണം ഹിന്ദു വോട്ടുകളെ കൺസോൾട്ടേഷൻ ഉണ്ടായി. കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഇതിൽ ഡ്രോപ്പിൻ ചെയ്തു. കാരണം അവർ ശരിക്കും പങ്കെടുത്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ്സുകാരൻ്റെ കുടുംബത്തിൽ അങ്ങനെ സംഭവിക്കില്ല. പക്ഷേ അവരുടെ ബന്ധുക്കളെയൊക്കെ ഡ്രോപ്പിൻ ചെയ്തുകൊണ്ട് തന്ത്രപരമായി കളിച്ചു, അങ്ങനെ കേസ് മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി. അതൊക്കെ ഉണ്ട് കേശവമേനോൻ്റെ പറയുന്നുണ്ട്. കേശവമേനോൻ പറയുന്നതല്ല, കേശവമേനോൻ റിപ്പോർട്ടിൽ അപഗ്രഥിച്ച ആളുകൾ പറയുന്നുണ്ട്. ശിവഭൂഷൺ സാറിനെയൊക്കെ പോലുള്ള ആളുകൾ പറയുന്നുണ്ട്. കേശവമേനോൻ സാർ ആ ഒരു കാര്യത്തിൽ, ഇന്ന കുടുംബം എന്ന് പറയുന്ന കാര്യത്തിൽ, എന്നുവെച്ചാൽ കോൺഗ്രസ്സെ കണക്ട് ചെയ്ത കുടുംബം അദ്ദേഹം നിശബ്ദനാണ്. കാരണം അവർക്കെല്ലാം പരിഗണിക്കണമല്ലോ. മാത്രമല്ല ഇതൊരിക്കലും കമ്മ്യൂണിസ്റ്റ് സ്പർദ്ധയിലേക്ക് പോകരുത്. ഞാനതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് ആ ഒരു പറയുന്നത്. പക്ഷേ ഇത് നമ്മുടെ ഒരു സത്വത്തിൻ്റെ ഭാഗമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളായ ഹിന്ദുക്കളാണെങ്കിലും ഈ ട്രഡീഷൻ നമ്മുടെ സ്വത്വമാണ്. നിങ്ങൾ ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾ അമേരിക്കയിൽ പോയാൽ ബ്ലഡി ബ്ലാക്ക് ആണ്. നിങ്ങൾ മുസ്ലിമാണെങ്കിൽ നിങ്ങൾ സൗദിയിൽ ഉണ്ടായിരുന്നാണല്ലോ, ഹറാമിയാണ്. പിന്നെ യൂസഫ് അലി സാറിനെ പോലുള്ള ചില ആളുകൾ അവർ ബഹുമാനിക്കും, അവർക്ക് കാര്യമുള്ളതുകൊണ്ട്. അല്ലെ, ഹറാമിയാണ്. നമ്മുടെ സ്വത്വം എന്ന് വെച്ചാൽ ഇതാണ്. അതെ. അപ്പോൾ ഈ സ്വത്വത്തെ തകർത്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഈ വരുന്ന വൈദേശികമായിട്ടുള്ള വിശ്വാസങ്ങളെ ലാറ്റിൻ അമേരിക്ക പോലെ പൂർണ്ണമായിട്ടും ആ വിശ്വാസങ്ങൾക്ക് നമ്മളെ സ്വാധീനിക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടി വേണം. അതുകൊണ്ട് ശബരിമല എന്ന് വെച്ചാൽ സ്വർണ്ണത്തിന് വേണ്ടി മാത്രമുള്ളതോ ഒന്നുമല്ലാത്തത്. നമ്മുടെ നാട്ടിൽ പ്രശ്നം എന്ത് വന്നാലും നമ്മൾ പൊളിറ്റിക്കലായിട്ട് മാത്രം അനലൈസ് ചെയ്യുന്നതാണ്. എന്നിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ടുവച്ച് കുറ്റക്കാരാകും. അതല്ല സംഭവം. ഇത് വളരെ ഡീപ്പായിട്ടുള്ള അന്വേഷണം നടത്തേണ്ട ഒരു വിഷയമാണ്. ഡീപ്പായിട്ടുള്ള അന്വേഷണം വേണം തീർച്ചയായിട്ടും. അതിൻ്റെ ഗ്ലോബൽ ഹണ്ട് നടത്തേണ്ടത്. പക്ഷേ ഗ്ലോബൽ ഹണ്ട് നടത്താൻ അവർ സമ്മതിക്കില്ല. കാരണം അവരുടെ കയ്യിലാണ് സിസ്റ്റം. പക്ഷേ ഇന്ത്യയിൽ നമുക്ക് ഹണ്ട് നടത്താം.
അത് ദാവൂദ് മണി ആരായാലും കൃത്യമായി കണ്ടെത്തിയിട്ട് കൃത്യമായിട്ട് അന്ന് പോലീസുകാർ കുടഞ്ഞാൽ മതി, ഉള്ള വിവരം മൊത്തം പുറത്ത് വരും. പക്ഷേ ഇപ്പോൾ ദാവൂദ് മണിക്ക് പോലും ഈ അജണ്ട അറിയണമെന്നില്ല, അവനോട് നോക്കാനേ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഈ പോറ്റീനെ പോലെയുള്ള കുറേ ജൂദാസുമാർ എല്ലാ കമ്മ്യൂണിറ്റിയിലുണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടക്കളി നടന്നിട്ടുണ്ട്. ഇത് CPM-ലേക്ക് തിരിച്ചു വിടാനാണ് ഇപ്പം ശ്രമം നടത്തുന്നത്. അല്ലെങ്കിൽ അത് എനിക്ക് തോന്നുന്നു പിണറായിക്ക് മനസ്സിലായതുകൊണ്ടാണ് അദ്ദേഹം തിരിച്ച് നേരെ കൃത്യമായിട്ട് ഒരു സൂചന കൊടുത്തങ്ങ് നിർത്തിയത്. നിർത്തിയത്. പക്ഷേ ഒന്ന് നോക്കുമ്പോൾ ഈസി ആയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ കരുക്കളാക്കാൻ സാധിക്കുന്നത് ഈ CPM-കാരാണ്. കാരണം ഈ പ്രാദേശികമായി നമ്മൾ നോക്കുമ്പോഴാണെങ്കിലും എല്ലാം ഒരു മാടമ്പി സ്വഭാവമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ CPM-കാരുടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഒരു മാടമ്പി സ്വഭാവം അവരിലേക്ക് കടന്നു കരുക്കളാക്കി മാറ്റാൻ പറ്റും മറ്റുള്ളവരെ. CPM-മാരെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും, കാരണം ഇവർ ദൈവനിഷേധികളാണല്ലോ ബേസിക്കലി. അതെ. പിന്നെ മാത്രമല്ല ഇവരങ്ങനെ ആരോടും ഒരു അകലമൊന്നും കീപ്പ് ചെയ്യാറില്ല. വോട്ടിൻ്റെ കാര്യം വരുന്ന സമയത്ത് ഒരു അകലമൊന്നും കീപ്പ് ചെയ്യാറില്ല. അപ്പോൾ ഇവരെ എളുപ്പം നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു തല്ലുണ്ടായാൽ അത് നിങ്ങൾക്ക് വളരെ എളുപ്പം കുണ്ടുകാട് സാബുവിന് തലയിൽ വെച്ച് കൊടുക്കാൻ പറ്റും, കാരണം മൂപ്പര് ഓൾറെഡി ആ ഒരു പേരുള്ള ഒരാളാണ്. പക്ഷേ ഈ തല്ലുണ്ടാക്കുന്നത് ചിലപ്പോൾ ഇവിടുത്തെ മാന്യനായ ഒരുത്തനായിരിക്കും എൻ്റെ പിന്നിൽ, അല്ലേ? എറണാകുളത്ത് തല്ലുണ്ടാക്കണം, മരടാനീഷിൻ്റെ തലയിൽ ഈസി വെച്ച് കൊടുക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? മരടാനീഷ് ഓൾറെഡി തല്ലൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്, പക്ഷെ അവിടുത്തെ ഒരു മാന്യനായിരിക്കും ഈ തല്ലിന് പിന്നിൽ. അതുപോലെയാണ് പലപ്പോഴും പല കേസുകളിലും CPM-മാർ എന്ന് വെച്ചാൽ അവർ കൃത്യമായി ആക്ട് ചെയ്യുന്ന ആളുകളാണ്. ആക്ഷന് പഞ്ഞൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവരിപ്പോൾ ദൈവികമായ വിഷയങ്ങളെല്ലാം ബേസിക്കലി അവർ ദൈവ വിശ്വാസികളല്ല, നല്ല വിശ്വാസികളാണെന്നുള്ള വേറൊരു കാര്യവും പേഴ്സണലി. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ എന്നാൽ ഇവരെ തലയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ അവിടുന്ന് 1-2 ആളുകളെ വിലക്കെടുത്ത വളരെ എളുപ്പമാണ്. ഇങ്ങനെ ഒരു ഇടക്കളിയായിരിക്കും ആണ് ശബരിമല നടന്നത്. പക്ഷേ ഇതൊരു ചെറിയ കളിയല്ല. ആദ്യത്തെ തീപിടുത്തം, അത് കഴിഞ്ഞ് വെള്ളായണി ക്ഷേത്രത്തിലെ മോഷണം. വെള്ളായണി ക്ഷേത്രം എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പല ഹിന്ദു ഈ എവിടെയാണ് എറണാകുളത്തെ ഒരു ക്ഷേത്രത്തിൽ കാലടിയിൽ മരതക വിഗ്രഹം മോഷണം പോയി ഞാൻ ഇന്നലെ കേട്ടു. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഒരു വിഗ്രഹം ഇപ്പോൾ ഈ പറഞ്ഞ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പള്ളീൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രം പോലെ അവർക്ക് അത്ര ഇമ്പോർട്ടൻസ് ഒന്നും അല്ല. ഹിന്ദു മതത്തിൽ അദ്വൈതത്തിൽ ക്ഷേത്രം ആവശ്യമില്ല, പക്ഷെ മറ്റു സമ്പ്രദായങ്ങളിൽ താന്ത്രികമാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അതിലൊക്കെ ക്ഷേത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആ മൂർത്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഒരു പൊൻകുരിശ് നഷ്ടപ്പെട്ടാൽ പൊൻകുരിശ് പുതിയൊരു സാധനമാണ്, അല്ല എല്ലാ കാലത്തും സെൻറ്റ് തോമസ് കൊണ്ടുവന്നൊന്നല്ല. പക്ഷെ അതുപോലെയല്ല ഒരു വിഗ്രഹം, ആ വിഗ്രഹത്തിന് തുടർച്ചയുണ്ട്. അത് ഇന്നലെ ഇന്നോ വന്നതല്ല. ശരിയാണ്. അപ്പോൾ എന്തായാലും അത് സെൻറ്റ് തോമസ് പൊൻകുരിശ് കൊണ്ടുവന്ന് ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അത് മരക്കുരിശ് കൊണ്ടുവന്ന് എന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് കേട്ടിട്ടില്ല ആ കഥയിൽ, മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പം നമ്മൾ ഇത് വെറുതെ ഒരു പൊളിറ്റിക്കലായിട്ടൊരു ഡിസ്കോഴ്സിൽ തിരിച്ചു വിട്ടിട്ട് രാഷ്ട്രീയ ലാഭം നേടുക, നഷ്ടം ഉണ്ടാവുക എന്നുള്ളതല്ല ഇതിൻ്റെ പ്രശ്നം. എൻ്റെ നിങ്ങളെ അസ്തിത്വമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ്. ഈ സ്വത്വമില്ലേ നമ്മളെന്ത്? എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ അന്വേഷണം നടക്കണമെങ്കിൽ തന്നെയും ഇനിയിപ്പോൾ ഈ വിഷയത്തിൻ്റെ ഒരു കിടപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ കേന്ദ്രം വിചാരിച്ചാൽ മാത്രമേ. കേന്ദ്രം എനിക്ക് CBI വലിയ വിശ്വാസമൊന്നുമില്ല. അതെ, CBI-യിലല്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് അത് പോകേണ്ടിയിരിക്കുന്നു. CBI ഇപ്പോൾ പലരുടെയും എന്താണ് കയ്യിലെ തത്തയായി മാറിയിട്ടുണ്ട്. ഈ പറഞ്ഞ കൊള്ളാവുന്ന ഈ ഡോവലിനേക്കാൾ പോലെയുള്ള ദേശസ്നേഹവും പിന്നെ ഈ പറയുന്ന സാംസ്കാരിക ബോധമുള്ള ഒരാളുടെ അണ്ടറിൽ ഇടപെടലില്ലാത്ത അന്വേഷണം നടന്നാൽ മാത്രമേ ഇത് സത്യം പുറത്തു വരും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അപ്പോൾ CPM ഇതിനെ വലിയ പഴി വെക്കുന്നുണ്ട്. അവർക്കൊരു പരിധി കൂടുതൽ അവർക്ക് പറയാൻ പറ്റില്ല, കാരണം ഇവിടെ റിലീജിയസ് സെൻറ്റിമെൻസിനെ ബാധിക്കും. സംസ്കാരത്തെ തകർക്കുന്ന അജണ്ടയുമായി ബന്ധപ്പെട്ടും ഈ കേരളത്തിലെ മധ്യ കേരളത്തിലെ ഈ കേരള കോൺഗ്രസ്സുകൾ, അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻസിൻ്റെ വോട്ട് കൊണ്ട് മുന്നോട്ട് പോകുന്ന കേരള കോൺഗ്രസ്സുകൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ചട്ടുകമാകുന്നുണ്ടോ ഈ പിന്നിൽ പ്രവർത്തിക്കുന്ന ലോബിയുടെ? അല്ല, അവർ എല്ലാ കാലഘട്ടത്തിലും ഈ ഇൻഡിപെൻഡൻസിന് ശേഷം കേരളം ഭരിച്ചിട്ടുള്ള ആ ലോബി തന്നെയാണ്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ ഈ പ്രശ്നം ഉണ്ടാക്കി നായർ ഈഴവരെ തമ്മിൽ പരസ്പരം അകറ്റിയപ്പം അവർ പേടിക്കേണ്ട ഘടകം അപ്പുറത്തുണ്ടായിരുന്നു. അതായത് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ NSS യാതൊരു കോംപ്രമൈസും തയ്യാറാവില്ലായിരുന്നു. ഓക്കെ, അത് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും NSS എതിരാവും. ഓക്കെ, അതുകൊണ്ട് NSS-നെതിരാവുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കാൻ പിന്നെ അവർ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അവർ NSS-നെതിരെ തിരിഞ്ഞപ്പോഴാന്ന് വെച്ചാൽ 2016 ആയ സമയത്താണ്. 2016 ആയ സമയത്ത് എന്ന് വെച്ചാൽ ഈ പറയുന്നതിൻ്റെ മാതിരി കേരളത്തെ പൊളിറ്റിക്കൽ ഇക്വേഷനോ മാറ്റം വന്നു. അതായത് ലീഗ് 5-ാം സ്ഥാനം ചോദിച്ചപ്പോൾ NSS അടഞ്ഞു. NSS അടഞ്ഞപ്പോൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ പ്ലേറ്റ് മാറ്റി LDF-ൻ്റെ കൂടെ പോയി. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളിൽ ഒരു അങ്ങനെ ആകെ കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. അതെ. അപ്പോൾ ഈ സ്വാഭാവികമായി ഇതിൻ്റെ ഇടയ്ക്ക് ഇൻ കേരളത്തിലെ ഹിന്ദു വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിൽ NSS അപ്പുറം നിന്നതും SNDP ഇപ്പുറം നിന്നും നടത്തിയിട്ടുള്ള ജാഗ്രതയുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്.
ഇപ്പുറത്ത് പരിധി കൂടുതൽ കളിച്ചാൽ ഈ തീയന്മാരെതിരാവും, ഉം. അപ്പുറത്ത് ഒരു പരിധി കൂടി കളിച്ചാൽ നായരെതിരാവും. അത് വലിയ ഘടകമായിരുന്നു. അപ്പോൾ ഈ NSSും SNDPയും നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കുന്നതിൽ ഒരു പ്രധാന വലിയ പങ്ക് പങ്ക് വഹിച്ചു. വഹിച്ചതാണ്. അതുകൊണ്ടല്ലേ ഇവർ നായ്ക്ക് 40 വട്ടം വെള്ളാപ്പള്ളിനെയും സുഗാനാസാനും തെളിവ് പറയുന്നത് പിന്നെ ഈ പറയുന്ന അർബൻ നെക്സൽസും ഈ ലോബീസും. ആ ഇവർ വെള്ളാപ്പള്ളിക്ക് വോട്ടില്ല, സുഗാനാസാന് വോട്ടില്ല, എന്നിട്ട് എന്ത് തലയിൽ മുണ്ടിട്ട് ഇലക്ഷന് തലേന്ന് അവിടെ പോയിട്ട് കാല് വീഴും രണ്ടുപേരുടെ. ഓക്കെ. ഈ അർബൻ നക്സലിസത്തിന്റെ ഭാഗമായ ഒരു ലിറ്ററേച്ചർ പോലും ഉയർന്നു വരുന്നുണ്ട്. അതും ഇതിന്റെ ഭാഗമാണ്. ഈ അർബൻ നെക്സൽ എന്ന് വെച്ചാൽ ഈ ഒരു ഭഗവാൻ തോന്നുന്നു, അല്ല മൽഹോത്ര, അയാൾ കൊണ്ടുവന്ന ടേമാണ്. ഈ അമേരിക്കൻ ഹിന്ദുവാണ് അങ്ങനെ. പക്ഷെ അങ്ങനെ RSS ഒരാളോട് പോപ്പുലറാക്കിയത് അങ്ങനെ ഒരു വിഭാഗമുണ്ട്. നമ്മളൊക്കെ എപ്പോഴൊക്കെ അർബൻ നെക്സലിസത്തിന്റെ ഭാഗമായിരുന്നു, നമ്മുടെ വായനയുടെയൊക്കെ ഫലമായിട്ട്. പിന്നെ എപ്പോഴും റിയലൈസ് ചെയ്തപ്പോഴാണ് നമ്മളത് മാറ്റി വെച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ ഏത് ഡിസ്കഷൻ എടുത്ത് നോക്കിയാൽ വെള്ളാപ്പള്ളി സാറിനെയും സുമാനാഥ് സാറിനെയും തെളിവ് പറയില്ല അവരെ പരിപാടി. അതാരാണ് സന്തോഷിപ്പിക്കുന്നത്? കാരണം അവരെ പോലെ രണ്ടുപേര് ഈ സംഘടന നയിക്കുന്നതുകൊണ്ടാണ്, ഈ രണ്ട് സംഘടന ഉള്ളതുകൊണ്ടാണ് ഈ രണ്ട് സമുദായത്തെ അങ്ങനെ നിർത്താൻ പറ്റുന്നത്. ഈ രണ്ട് സമുദായത്തിൻ്റെ വോട്ട് ബാങ്ക് ഇവർക്ക് പേടിയാണ്. ഈ വോട്ട് ബാങ്ക് പേടിയില്ല എന്ത് ചെയ്യും? അവർക്ക് തോന്നിയ പോലെ ചെയ്യും. ഓക്കെ. അപ്പം പതുക്കെ ആ രണ്ട് സംഘടനയെ ശക്തി ക്ഷയിപ്പിക്കുക എന്നുള്ളൊരു അജണ്ട കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. ഇവർക്ക് പലർക്കും പുറത്തൊക്കെ പോകാനുള്ള പിന്നെ ലെക്ചർ ചെയ്യാനൊക്കെ ഉള്ള ക്ഷണം കിട്ടുന്നുണ്ട്, പിന്നെ ഫെലോഷിപ്പ് കിട്ടുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ കിട്ടുന്ന? ഓക്കെ. ഇതൊരു ചെറിയ അജണ്ട അല്ല, ആദ്യം മനസ്സിലാക്കി. പോറ്റി സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പോയി, അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് വേറെ ഇൻട്രസ്റ്റാണ്. അത് ഈ പറഞ്ഞ നേരിട്ട് പൊളിറ്റിക്സായിട്ട് ബന്ധപ്പെട്ടതല്ല, അത് വേറെ എന്തൊക്കെ ഇൻട്രസ്റ്റാണ്. വേറെ എന്തൊക്കെ ഇൻട്രസ്റ്റ്? അതെന്തായിരിക്കാം? അത് ഈ ആൻറ്റിക്സ് ഇത് മാത്രം ആയിരിക്കും? ആൻറ്റിക്കായിരിക്കില്ല, വേറെ പല ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഉണ്ടാവേണ്ടതാണ്. നമ്മൾ ചരിത്രം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ്. ഈ സംസ്കാരത്തെ തകർക്കുകയല്ല, അല്ല സാംസ്കാരിക ചിലപ്പോഴൊക്കെ ചില ഊഹാപോഹങ്ങൾ വന്നിരുന്നു. സോണി ആരുടെ റെപ്രസെൻറ്റേറ്റീവാണ് ഇന്ത്യയിൽ വന്ന്? അല്ല, ഇനി ഞാനതിൽ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ഫോട്ടോയും ഈ കൂടുതൽ വിവരങ്ങൾ വന്ന സമയത്ത് വിശ്വസിക്കേണ്ടതായി വന്നിട്ടുണ്ട്. എൻ്റെ കോൺഗ്രസ് ഫാമിലിയാണെന്ന് അറിയാലോ. സോണിയാഗാന്ധി എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലൊക്കെ ഇപ്പോൾ ഞാനും സോണിയാഗാന്ധി ഇലക്ഷൻ എന്നാൽ എൻ്റെ അമ്മ സോണിയാഗാന്ധിക്ക് വോട്ട് ചെയ്യുള്ളൂ. പക്ഷേ മാത്രമല്ല, ഒരു വിദേശിയാണെങ്കിൽ അവർ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്ന് ഞാനും കുഴപ്പമൊന്നും കണ്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്, അന്ന് RSS അത് എതിർത്ത് നന്നായി മനസ്സിലാവുന്നു. നന്നായി. സോണിയാഗാന്ധി ഇന്ത്യൻ ഇതൊക്കെ പുതിയ വിവരങ്ങൾ വന്ന സമയത്ത്, ഇവരുടെ സിസ്റ്ററിന് ഈ ഷോപ്പുള്ളത്, ഇങ്ങനെയുള്ള വിവരങ്ങൾ വന്ന സമയത്ത് എൻ്റെ പേര് ഗണപതിയാണ്. അതൊക്കെ ശരിയാണെങ്കിൽ, നമുക്കറിയില്ല അപ്പത്തുള്ള സാധനം ഒക്കെ ഇപ്പോൾ കിട്ടുന്ന ഇൻഫോർമേഷൻ, അതൊക്കെ ശരിയാണെങ്കിൽ അത് പൊളിറ്റിക്സിൻ്റെ അപ്പുറമുള്ള എന്തൊക്കെയോ ഉണ്ട്. വേറൊന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കാമോ? കാരണം ഇത് ഉത്തരേന്ത്യയിൽ നടന്ന വിഗ്രഹമോഷണങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഈ പേര് മുമ്പ് വന്നിട്ടുണ്ട്. സമാജ്വാദി പാർട്ടി MP ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സമാജ്വാദി പാർട്ടി MP, BJP അല്ല. സമാജ്വാദി പാർട്ടി. നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, BJPക്കാരാണ് ഇങ്ങനെ പലതും പറയുന്നത്. അവർ പറയുന്നത് നമ്മൾ കണ്ണു അടച്ചങ്ങ് എതിർക്കുമല്ലോ. ഞാനൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പിന്നെ എനിക്ക് എന്തോ കുറച്ചുകൂടി അങ്ങനെ ചെയ്യല്ലെന്ന് തോന്നൽ എനിക്കുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് എല്ലാം പരിശോധിക്കുന്നത്. നോർത്ത് ഈസ്റ്റിലെ പല സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വൻതോതിൽ കൺവേർഷൻ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒട്ടേറെ ഇത് നടന്നിട്ടുള്ളത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണ്. ബ്രിട്ടീഷുകാർ പരിധി കൂടുതൽ സമ്മതിച്ചില്ലായിരുന്നു. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണ്. ഹൂ ഫെസിലിറ്റേറ്റഡ്? പക്ഷേ അതിന് കാരണം ഉണ്ടായിരുന്നു. അമേരിക്ക അല്ലെങ്കിൽ നമ്മൾ അതിശക്തമായ നിലപാടെടുത്തു കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് പല ഫണ്ടൊന്നും കിട്ടുന്നത് നമുക്ക് തടയപ്പെടുകയായിരുന്നു, സഹായമൊക്കെ കിട്ടുന്നത്. ഓക്കെ. അപ്പം അത് അമേരിക്കക്കാരെ വെറുപ്പിക്കേണ്ട എന്നുള്ളൊരു, അതിലൊന്നും ഈ കത്തോലിക്കരല്ലല്ലോ, കത്തോലിക്കർ ചുരുക്കേ ഉള്ളൂ, എല്ലാം അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് ചർച്ചസ് ആണ്. ഓക്കെ. ഇപ്പം ഇത് കണ്ടിട്ട് ഈ ഒരു സാധ്യത അവിടെ കണ്ടിട്ട് നമ്മുടെ നാട്ടിലുള്ള മതപരിവർത്തനം പ്രോത്സാഹിപ്പിക്കാത്ത ചർച്ചകളും ഇപ്പോൾ അവിടെ പോയിട്ട് ഈ പണി ചെയ്യുന്നുണ്ട്. അത് അവർ തന്നെ കൺട്രോൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഭരണഘടനയിൽ ഇതെല്ലാം പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ കാണിക്കേണ്ട മര്യാദയുണ്ട്. NSS പറയുന്ന പോലെ ഒരു സാമുദായികമായ ഒരു ഇക്വേഷൻ ഉണ്ട് ഈ നാട്ടിൽ, അത് തകർക്കരുത്. ഓക്കെ. നിങ്ങൾ സഹായിച്ചോ, അതിൻ്റെ ഒരു മതപരിവർത്തനം കൊണ്ട് നടക്കരുത്. ഓക്കെ. ഈ സഹായം അത് സാമ്പത്തികമാണെങ്കിലും ആഹാരം കൊടുക്കുന്നതിലാണെങ്കിലും വിദ്യാഭ്യാസം കൊടുക്കുന്നതിലാണെങ്കിലും അതിലൂടെ മനസ്സിലേക്ക് കടന്നു കയറുകയും സ്വന്തം മതം അവരിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതി. വൻതോതിൽ അവിടെ സ്ഥലങ്ങളെടുത്ത് കൃഷി ചെയ്യുക, കൃഷിത്തോട്ടത്തിലുള്ള ആളുകളെ ഈ രീതിയിൽ സ്വാധീനിക്കുക, അങ്ങനെയുള്ള പരിപാടി നടക്കുന്നുണ്ട്. പക്ഷെ അത് കൺട്രോൾ ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ കേരളത്തിൽ ആ വിഭാഗത്തിന് അങ്ങനെ നെഗറ്റീവ് ഐഡൻറ്റിറ്റി അല്ല, വളരെ പോസിറ്റീവായിട്ടുള്ള ഐഡൻറ്റിറ്റിയാണ് ഇൻക്ലൂഡിങ് RSS കൊടുക്കുന്നത്. ഓക്കെ. അത് നശിപ്പിക്കരുത്. തീർച്ചയായിട്ടും ഈ ഒരു വിഷയം വാസ്റ്റാണ്, വളരെ വലിയൊരു വിഷയമാണ്. അത് ആഴത്തിൽ വേരോടിയിരിക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കടത്തിന് വിദേശ ശക്തികളുമായി ബന്ധമുണ്ട് എന്ന സൂചനകൾ പുറത്തു വരുമ്പോൾ ഇത് കേവലം വിഗ്രഹക്കടത്തിനപ്പുറത്തേക്ക് നമ്മുടെ സംസ്കാരത്തെ, ലോകത്തെ തന്നെ ഏറ്റവും
പഴക്കമുള്ള നിലനിൽക്കുന്ന സംസ്കാരമായ ഹൈന്ദവ സംസ്കാരത്തെ തകർക്കുന്ന ലോബിയുടെ ഇടപെടലാണ് ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിൽ. അവരാണ് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. ഹിന്ദുയിസം ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് അവർ രാഷ്ട്രീയ നേതാക്കളെ ഉപയോഗിച്ചേക്കാം, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചേക്കാം, അന്വേഷണ സംവിധാനങ്ങളെ പോലും അവർക്ക് സ്വാധീനിക്കാൻ സാധിച്ചേക്കാം എന്നുള്ള കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. തീർച്ചയായും ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ. എന്തായാലും ഈ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാൻ കഴിയില്ല. വരും നാളുകളിൽ ഇതിൻ്റെ ബാക്കിയുള്ള വിഷയങ്ങളും നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നതായിരിക്കും. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.